നിനക്ക് കൊതിയേ ഇല്ലല്ലോ അപ്പൊ രണ്ടും കൊതിച്ച് പറവാണ്. അമ്മയോട് വേഗം പോയിട്ട് പറ കേട്ടോ അച്ചു. ഈ കൊതിച്ച് പറവക്ക് വേഗം ആക്കി കൊടുക്കണമെന്ന്. അതെ സാധനം വാങ്ങിനേ ഇതാ ഇതിലേക്ക് വേഗം ആക്കി കൊടുത്ത. പീടിയെ പോയിട്ട് ഇവരുണ്ട നിക്കാൻ പറ്റുന്ന ഇതാ 2 സോസ്, കാബേജ്, 1/2 കിലോ അരി വാങ്ങിച്ചോട്ടാ. 1/2 കിലോ അരി വാങ്ങിനി. നെയ്യുണ്ട്, മുട്ടയുടെ ഉണ്ടല്ലോ, പിന്നെ നമ്മളെ ക്യാരറ്റ് ഉണ്ട്, എല്ലാം 1/2 കിലോ. ബീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം വാങ്ങി. നീ പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ പെട്ടെന്ന് ആക്കി കൊടുത്തേ. 1/2 കിലോ അരി വാങ്ങിച്ചോ, ഇന്നെക്കൊണ്ട് എത്തും എല്ലാവർക്കും. ഈ ഞായറാട്ടിന്റെ കാര്യം ഇങ്ങനെയാണ്, പിള്ളേർ പറഞ്ഞാലുണ്ടല്ലോ അത് അപ്പടി സാധിച്ചു. ബാക്കിയില്ലാത്ത പണി 1/2 കിലോനെ അരി കൊണ്ടുവരും. അച്ഛനമ്മനും തിന്നും ചെയ്യും, അതുകൊണ്ടായിരിക്കും ഇത്ര വാങ്ങി. ഞാൻ മുറിക്കാൻ കൊണ്ടാ കൂടി ഒറ്റൊന്നും ബാക്കി ഉണ്ടാവും. ഞാൻ മുറിക്കാൻ കൊണ്ടല്ലോ അങ്ങനെ കൊണ്ടോ. മഴയൊന്നുമില്ല ഒന്നല്ല. മഴയിൽ സ്കൂൾ തുറന്നിട്ട് വന്നാൽ മതി. ചടക്ക് വൈകുന്നല്ലേ പിള്ളേരെല്ലാം പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഇരിക്കുമ്പോ നല്ല മഴ. അപ്പൊ പെട്ടെന്ന് മുറിച്ച് കിട്ടോട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്നാ പറയും? എന്ത് ഫ്രൈഡ് റൈസ് ആക്കുന്നേ? പിന്നെ നമ്മുടെ LKG പഠിക്കുന്നേ. അപ്പൊ ഇന്ന് എഗ് ഫ്രൈഡ് റൈസ് ആക്കിയെന്ന്. നക്ഷത്ര അത് ആദ്യം ക്യാരറ്റെല്ലാം തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. വച്ചക്കൻ അതിലിടാൻ വേണ്ടിട്ട് കേട്ടാ. പല്ലില്ലാതെ ഓണ കാട്ടിച്ചിരിക്കുന്നു. എഗ് ഫ്രൈഡ് റൈസിന്റെ ചേരുവകൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ കാബേജ്, ബീൻസ് അല്ലേ, പിന്നെ നമ്മളെ ചോറ് അങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയുണ്ട്, 5 എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് വിനാഗിരി, ഇതൊന്ന് സോയാ സോസാ, ടൊമാറ്റോ സോസ്, വെളിച്ചെണ്ണ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 5 മുട്ട എടുക്കുന്നുണ്ട്. ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. ഇതിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് അധികം ഇടുക, പച്ചക്കറിയിലും ഇടേണ്ടതാണ്. റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ, അരിഞ്ഞ പച്ചക്കറി ചേർത്ത് കൊടുക്കുക ഓരോന്നായിട്ട്. ആദ്യം നമ്മുടെ ബീൻസ് അല്ലേ, കൂടെ ഒന്നിച്ചിടാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി അങ്ങനെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ചെടുത്ത ചോറ് അത് ഇട്ട് കൊടുക്കുക. എല്ലാം ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട്.
1 സ്പൂണ് കുരുമുളക് പൊടി, 1.5 സ്പൂൺ ഉണ്ട് അല്ലേ. കുറച്ച് സോയാ സോസ്, കുറച്ച് തക്കാളി സോസ്, എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. രണ്ട് വെറിച്ചെല്ലാം ഇരിക്കുന്നത്. ഒന്നും കൂടെ ചെറിയ തീരൊന്നും വേവ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കലായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രി അത്താഴമാണ്. ഫ്രൈഡ് റൈസ് കോരി കൊടുക്ക്. വേണമെങ്കിൽ ഇഷ്ടം പോലെ കേട്ടാ. നക്ഷത്ര വേണമെങ്കിൽ തരുവേ. പരിപ്പ് കറി വേണ്ടെന്നവർക്ക് പരിപ്പ് കറി ഉണ്ട്. ലേശാക്കട്ടാ, ലേശം എടുത്തോ. കയ്യിലാക്കി വൈകി നോക്ക, കഴിച്ചു നോക്ക്. ഇവര് പറഞ്ഞിട്ടാണ് ആക്കിയത്. രസമുണ്ടേ? ഇല്ല സൂപ്പറിനെ പരിപ്പ് കറി ലേശം എടുത്തോ. ലേശം എടുത്തോ. അച്ചാറും കച്ചവടമൊന്നും ഇല്ല, ഇത് മാത്രമേ ഇല്ലൂ. വാശി പിടിച്ചതുകൊണ്ടാണ് ഞാൻ പരിപ്പും കൂട്ടി ടേസ്റ്റ് ഉണ്ടാ ഉണ്ടാ അതല്ല ഞാൻ പറഞ്ഞു പരിപ്പറിയും കൂട്ടി തിന്ന് നോക്കിയെന്ന്. പരിപ്പറി ഏനും പറ്റൂണേ. എന്നാ പിന്നെ ഞാനും കഴിക്കട്ട്. അധികം കൊതി പിടിച്ച് കഴിക്കുന്നുണ്ട്. നീ കഴിക്കുന്നില്ല ഫ്ലേ? ലേശം പരിപ്പറിയാക്കി പരിപ്പറിയാക്കി സൈഡിലാക്കി സൈഡിൽ. ആദ്യം ബെറിങ്ങനെ കഴിച്ചോട്ടെ. കുഴപ്പമില്ല, കറി വേണം കേട്ടോ. നല്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ നല്ല അച്ചാറായാലും മതി, നാരങ്ങ അച്ചാർ. ഇത് നോക്കട്ടെ പരിപ്പും ഇതും. പരിപ്പ് കറി ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി. ഇന്നപ്പോ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, എല്ലാத்தைയും നമ്മൾ കഴിക്കാണ്ടത്രേ. ടാറ്റ. വെള്ളം വേണ്ടേ?